السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. حبيب الله صلى الله عليه وسلم തങ്ങളുടെ ശാരീരികമായ വർണ്ണനകൾ അല്പം മാത്രം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടു. അവിടുത്തെ ചെരുപ്പ്, വസ്ത്രങ്ങൾ, അവിടെ ധരിച്ചിരുന്ന മോതിരം, മറ്റ് അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകളാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് അതിനെക്കുറിച്ച് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. മനിൻ തഅല ഫഖദ് റകിബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഒരാൾക്ക് ചെരുപ്പ് ധരിക്കാൻ സാധിച്ചാൽ അവൻ വാഹനത്തിൽ പോകുന്നതിന് തുല്യമാണ്. ചെരുപ്പില്ലാതെ നമുക്ക് പൊള്ളുന്ന ഭൂമിയിലൂടെ, കല്ലും മുള്ളും നിറഞ്ഞ മരുഭൂമികളിലൂടെ ഒന്നും പോകാൻ കഴിയില്ല. വാഹനത്തിലാണെങ്കിൽ ഏത് വഴിയും പോകാം. അതേപോലെ തന്നെ ഒരാൾക്ക് ചെരുപ്പ് കിട്ടിയാൽ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെ, കല്ലും മുള്ളും നിറഞ്ഞ, കുപ്പിക്കഷണങ്ങൾ നിറഞ്ഞ ഊടുവഴികളിലൂടെയും മറ്റുമൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. അവിടുത്തെ ചെരുപ്പിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, കാന നഅലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹുമാ ഖബാലാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന് രണ്ട് ഖബാലുകൾ ഉണ്ടായിരുന്നു. ഖബാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെരുപ്പ് നമ്മുടെ കാലിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നമ്മുടെ വിരലുകൾക്ക് ഇടുന്ന, വിരലുകളിൽ കുടുക്കി വെക്കുന്ന ഒരു വാറ്, ചെറിയ വാറുണ്ടല്ലോ, അതിനാണ് ഖബാൽ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന് രണ്ട് ഖബാലുകൾ ഉണ്ടായിരുന്നു. ചിലർ പറയും ചെരുപ്പിൻ്റെ മൂക്ക് എന്ന്. അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഓരോ ചെരുപ്പിനും. അതിൽ ഒന്ന് നമ്മളുടെ സാധാരണ ചെരുപ്പിടുമ്പോൾ, ഹവായി ചെരുപ്പൊക്കെ നമ്മളിടുമ്പോൾ കാലിൻ്റെ തള്ളവിരലിൻ്റെയും അടുത്ത വിരലിൻ്റെയും ഇടയിലാണല്ലോ ഒരു വാറിൻ്റെ മൂക്ക് എന്ന് പറയുന്ന ഭാഗം ഇടുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന് രണ്ടെണ്ണം ഉള്ളത്. ഒന്ന് സാധാരണ നമ്മൾ ഈ ചെരുപ്പൊക്കെ, ഹവായി ചെരുപ്പൊക്കെ ഇടുമ്പോൾ ഉള്ള തള്ളവിരലിൻ്റെയും അടുത്ത വിരലിൻ്റെയും ഇടയിലാണ് ഒന്നിടുക. മറ്റേത് കാലിൻ്റെ നടുവിരലിൻ്റെയും അതിനപ്പുറമുള്ള വിരലിൻ്റെയും ഇടയിലാണ് ഇട്ടിരുന്നത് എന്ന് ഹരീരി ഇമാമും മറ്റും വിവരിച്ചതായി കാണാം. മറ്റൊരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്നു, കാന ലിനഅലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബാലാനി മുസന്നൻ ശിറാക്കുഹുമാ. ഇത് ആശയം തന്നെയാണ്. അതിൽ മുസന്നൻ ശിറാക്കുഹുമാ എന്ന് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചെരുപ്പിൻ്റെ വാറ് നമ്മുടെ കാലിൻ്റെ പുറംകാലിൻ്റെ മുകളിൽ ഉള്ള വീതിയുള്ള ആ സ്ട്രാപ്പാണ് ഷിറാക്ക് എന്ന് പറയുന്നത്. അത് ഇരട്ടയായിരുന്നു. എന്നിട്ട് അതിന്മേൽ നിന്ന് രണ്ട് ഈ മൂക്കുകൾ, രണ്ട് വിരലുകളുടെ ഇടയിൽ ഇടാൻ പറ്റിയ രണ്ടെണ്ണം ഈ ഷിറാക്കിൽ നിന്ന് ബന്ധിപ്പിച്ച് ചെരുപ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് ആ ഹദീസിൽ വിവരിച്ചിട്ടുള്ളത്. ചെരുപ്പിൻ്റെ നീളവും വീതിയൊക്കെ
ബഹുമാനപ്പെട്ട അൽ ഹാഫിദുൽ ഇറാഖി വിവരിച്ചതായി കാണാം. വനഅലുഹുൽ കരീമത്തുൽ മസൂന തൂബ ലിമൻ മസ്സാബിഹ ജബീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നഅലു ഷരീഫ് സ്വന്തം നെറ്റിയിൽ തൊടാൻ കഴിഞ്ഞവർ ഭാഗ്യവാന്മാർ. അതിൻ്റെ ബറക്കത്ത് വലിയ ബറക്കത്താണല്ലോ. ബറക്കത്ത് അഇമ്മത്ത് ഉലമാ എല്ലാ സാലിഹീങ്ങളും തബറുക്ക് മഹാന്മാരുടെ ആധാറ് കൊണ്ട് തബറുക്ക് എടുക്കുന്നവരാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസവും അത് തന്നെയാണ്. അവിടെ അദ്ദേഹം വിവരിക്കുന്ന ലഹാ ഖബാലാനി ബിസൈരിം വഹുമ സബത്തിയത്താനി സബത്തു ഷഅറഹുമ. ഈ ലെതറിൻ്റെ തോലിൻ്റെ ചെരുപ്പായിരുന്നു. ആ തോലിൻ്റെ രോമമൊക്കെ നന്നായി കളഞ്ഞിട്ട് അതിനാ സബത്തിയത്ത്, സബത്ത എന്ന് പറഞ്ഞാൽ രോമം കളഞ്ഞു എന്നാണ്. രോമം കളഞ്ഞ ആ തോല് കൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. വതൂലുഹ ഷിബ്റുൻ വ ഇസ്ബാആനി വഅർളുഹ മിമ്മാ യലിൽ കഅബാനി. ആ ചെരുപ്പിൻ്റെ നീളം ഒരു ചാണും 2 വിരലും. ഷിബ്റുൻ വ ഇസ്ബാആനി, ഒരു ചാണും 2 വിരലും നീളമുണ്ടായിരുന്നു. വഅർളുഹ മിമ്മാ യലിൽ കഅബാനി സബ്ഉ അസാബിഅ. ഈ ചെരുപ്പിൻ്റെ മടമ്പിൻ്റെ ഭാഗത്ത് 7 വിരൽ വീതി ഉണ്ടായിരുന്നു. വ ബത്തുനുൽ ഖാദമി ഖംസും വ ഫൗഖാദ ഫസിത്തുൻ ഫഅലമി. അതിന് നടുഭാഗം 5 വിരൽ വീതിയും അതിൻ്റെ മുകളിലേക്കുള്ള ഭാഗം 6 വിരൽ വീതിയുമായിരുന്നു. അപ്പോൾ ചെരുപ്പിൻ്റെ മുൻഭാഗം കുറച്ച് നമ്മുടെ കാലിനൊക്കെ അല്പം വീതി ഉണ്ടാകുന്ന ആ ഭാഗത്ത് 6 വിരൽ, നടുക്ക് 5 വിരൽ, ബാക്കിൽ മടമ്പിൻ്റെ ഭാഗത്ത് 7 വിരലും വീതിയുണ്ടായിരുന്നു. വറഅസുഹ മുഹദ്ദദുൻ വഅർളുമ ബൈനൽ ഖബാലൈനി ഇസ്ബഅാനി ഖൽബത്തുഹുമാ. അതിൻ്റെ ചെരുപ്പിൻ്റെ തല കൂർത്തിട്ടായിരുന്നു. നമുക്ക് നഅലു ഷരീഫിൻ്റെ ഫോട്ടോ ഒക്കെ ഇപ്പോൾ നമ്മൾ കാണുമ്പോഴും ആ രൂപം തന്നെയാണ്. തല കൂർത്തിട്ടായിരുന്നു. വഅർളുമാ ബൈനൽ ഖബാലൈനി ഇസ്ബഅാനി ഖൽബത്തുഹുമാ. ഈ 2 വിരലിൻ്റെ ഇടയിലുള്ള ചെരുപ്പിൻ്റെ ഈ 2 മൂക്കുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്, അത് 2ൻ്റെ ഇടയിൽ വീതി 2 വിരൽ വീതി ഉണ്ടായിരുന്നു, ഇടയിലെ ഗ്യാപ്പ്. ഇങ്ങനെ ചെരുപ്പിനെ എൻ്റെ നീളവും വീതിയും ഒക്കെ വിശദമായി അൽ ഹാഫിദുൽ ഇറാഖി ഉദ്ധരിച്ചതായി കാണാം. അതിന് ചെരുപ്പ് ധരിക്കുമ്പോൾ അതിന് ചില ആദാബ് പാലിക്കേണ്ടതുണ്ട്. നഹ അന്നൻ നബിയ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ നഹ അൻ യഅ്കുല അർറജുലു ബിശിമാലിഹി. ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ വിരോധിച്ചു. ഔ യംഷിയ ഫീ നഅലിൻ വാഹിദ. ഒറ്റ ചെരുപ്പ് മാത്രം ധരിച്ച് നടക്കലും വിരോധിച്ചു. ഒരു ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പിന്നെ ഒറ്റ ചെരുപ്പ് മാത്രം ഇട്ട് നടക്കാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു സഹാബിയോട് അത് പറഞ്ഞിട്ടുണ്ട്. ലിയൻഅൽഹുമാ ജമീഅൻ ഔ ലിയുഹ്ഫിഹിമാ ജമീഅൻ. ഒന്നുകിൽ 2 ചെരുപ്പും ധരിക്കുക, അല്ലെങ്കിൽ 2 ചെരുപ്പും ഊരി പിടിക്കുക. ഒരു ചെരുപ്പിട്ട് മറ്റേ കാലിൽ ചെരുപ്പില്ലാതെ നടക്കാൻ പാടില്ല. അത് ശാരീരികമായും മറ്റും ചില ബുദ്ധിമുട്ടുകളുണ്ടാകാനും അത് കാരണമായേക്കും. ശരീരത്തിൻ്റെ ബാലൻസ് വ്യത്യാസപ്പെടുമല്ലോ. ഒരു കാലിൽ മാത്രം ചെരുപ്പിട്ട് മറ്റേ കാലിൽ ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ ശരീരത്തിൻ്റെ ബാലൻസ് വ്യത്യാസപ്പെടും. അങ്ങനെ വരുമ്പോൾ ഈ ഇടുപ്പല്ലിൻ്റെ ജോയിൻറ്റുകൾക്ക് ഒക്കെ ഒരു ഭാഗത്ത് സ്ട്രെസ്സ് കൂടുകയും മറ്റേ ഭാഗത്തേക്ക് അത് ചെരിയുകയും ചെയ്യുമ്പോൾ അവിടെ തേയ്മാനം വരാനും അത് ഊരവേദനയും മറ്റുമൊക്കെ ഉണ്ടാകാനും കാരണമാകും. ആ ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് എന്ത് മര്യാദകൾ പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് കാണാം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ തഅല അഹദുക്കും ഫല്യബ്ദഅ ബിൽ യമീൻ വഇദാ നസഅ ഫല്യബ്ദഅ ബിശ്ശിമാൽ. നിങ്ങൾ ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തെ കാലിന് ആദ്യം ചെരുപ്പിടണം,
ചെരുപ്പ് ഊരുമ്പോൾ ഇടത്തെ കാലിൻ്റെ ചെരുപ്പാണ് ആദ്യം ഊരേണ്ടത്. നമ്മളെന്നും എത്രയോ പ്രാവശ്യം ചെയ്യുന്നതാണ് ചെരുപ്പും ഷൂ ഒക്കെ ധരിക്കുന്നവരും ഊരുന്നവരുമാണ്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുന്ന സുന്നത്തുകളായി മാറുന്നു. അവൻ നമ്മുടെ നിയ്യത്ത് അങ്ങനെ നന്നായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നിർദ്ദേശിച്ചത് കൊണ്ട് ഞാൻ വലത്തെ കാല് ആദ്യം ധരിക്കുന്നു, ഊരുമ്പോൾ ഇടത്തെ കാല് ഊരുന്നതും ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അനുസരിച്ച് ഞാൻ ചെയ്യുന്നു എന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ നമ്മൾ സാധാരണഗതിയിലുള്ള നമ്മുടെ ജീവിതത്തിനെല്ലാം കൂലി ലഭിക്കുകയാണ്. ഇത് ചെരുപ്പിന് മാത്രമുള്ളതല്ല. നമ്മൾ ഷർട്ട് ധരിക്കുമ്പോഴും പാൻറ്റ് ധരിക്കുമ്പോഴും തുണി ഉടുക്കുമ്പോഴും എല്ലാ സമയത്തും വലത്തേതിനെ മുന്തിക്കുക എന്നത് സുന്നത്താണ്. അത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹദീസിൽ നമുക്കിങ്ങനെ കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു തയമ്മുന മസ്തതാഅ ഫീ തറജ്ജുലിഹി വതനഅ്ഉലിഹി വതുഹൂരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നല്ല കാര്യങ്ങളിലും കഴിവിൻ്റെ പരമാവധി വലത്തേതിനെ മുന്തിക്കുമായിരുന്നു. ഫീ തറജ്ജുലിഹി മുടി ചീകി വെക്കുമ്പോൾ വലതുവശത്ത് ആദ്യം ചീകും. വതനഅ്ഉലിഹി ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തെ ചെരുപ്പ് ആദ്യം ധരിക്കും. വതുഹൂരിഹി ശുദ്ധീകരണ സമയത്ത് വുളുഓ കുളിയോ ഒക്കെ ചെയ്യുമ്പോൾ വലതുവശത്ത് വലത്തെ കൈ വുളു എടുക്കുമ്പോൾ വലത്തെ കൈ ആദ്യം കഴുകും, ഇടത്തെ കൈ പിന്നെയാണ്, വലത്തെ കാൽ ആദ്യം കഴുകുന്നു. കുളിക്കുമ്പോൾ ശരീരത്തിൻ്റെ വലതുവശത്ത് ആദ്യം വെള്ളം ഒഴിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വസ്ത്രം ധരിക്കുന്നിടത്തും ചെരുപ്പ് ധരിക്കുന്നിടത്തൊക്കെ ഇങ്ങനെ വലത്തേതിനെ മുന്തിക്കുക അത് പ്രത്യേകം സുന്നത്താണ്. അത് ഇനി നമ്മൾ ഇസ്തിൻജാ ചെയ്യുക, ശൗചം ചെയ്യുക, ഇതുപോലത്തെ കാര്യങ്ങൾ, അതുപോലെ സാധാരണഗതിയിൽ ഒരു അത്ര വിശുദ്ധമായി കണക്കാക്കപ്പെടുന്നതല്ലാത്ത, ഇപ്പോൾ ബാത്റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു, കക്കൂസിലേക്ക് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നു, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇടത്തേതാണ് മുന്തിക്കേണ്ടത്. ഇടത്തെ കാല് ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോൾ ഇടത്തെ കാലാണ് ആദ്യം വെക്കേണ്ടത്, ഇറങ്ങുമ്പോൾ വലത്തെ കാലാണ് ആദ്യം വെക്കേണ്ടത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു മുസ്ലിം ശ്രദ്ധിക്കുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ അവൻ്റെ ഈ പ്രവൃത്തികളെല്ലാം അവന് സുന്നത്തുകളായി മാറുന്നു. ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി ഉണ്ടാകുന്ന കാര്യമായി അവന് അതൊരു പുണ്യ കർമ്മമായി നമുക്ക് മാറ്റാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ നഷ്ടപ്പെടുന്ന സുന്നത്തുകൾ ധാരാളമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ചെരുപ്പിനെക്കുറിച്ചുള്ള ഹദീസുകൾ ധാരാളമുണ്ട്. ഈ മോതിരത്തെക്കുറിച്ച് വന്ന ഹദീസുകൾ നമുക്ക് ചില ഹദീസുകൾ കാണാം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന ഖാതമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ വരിഖിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോതിരം വെള്ളിയുടെ മോതിരമായിരുന്നു. വക്കാന ഫസ്സുഹു ഹബശിയൻ. ആ മോതിരത്തിൻ്റെ കല്ല് ഹബശിയായിരുന്നു എന്ന് കാണാം. ഹബശിയ് ഈ വെളുപ്പും കറുപ്പും വരകളുള്ള ഈ മോതിരത്തിൻ്റെ കല്ലാണ്. അത് അഖീഖ് എന്ന് ഉള്ള കല്ല് ഹബശയിൽ നിന്നാണ്, എത്യോപ്യയിൽ നിന്നാണ് ആ കല്ല് എത്തിക്കുന്നത്. അവിടെ നിന്നാണ്, അവിടുത്തെ ഖനികളിൽ നിന്നാണ് ഈ അഖീഖിൻ്റെ കല്ല് ധാരാളമായി കിട്ടുക. അല്ലെങ്കിൽ കറുത്ത കല്ലായിരുന്നു, അതുകൊണ്ടാണ് ഹബശി എന്ന് പറഞ്ഞത് എന്നും അഭിപ്രായം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ മോതിരത്തിന് കല്ലുണ്ടായിരുന്നു, വെള്ളിയുടെ മോതിരമായിരുന്നു, അത് ഹബശിയായ കല്ലായിരുന്നു. അഖീഖ് എന്ന് പറയുന്ന പല വിധത്തിലുള്ള കല്ലുകളുമുണ്ട്. 2 മോതിരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസും അതുപോലെ മറ്റൊരു ഹദീസും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നു. മറ്റേ ഹദീസ് നമുക്ക് വായിക്കാം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തഖദ ഖാതമൻ മിൻ ഫിദ്ദത്തിൻ ഫകാന യഖ്തിമു ബിഹി വലാ യൽബസുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വെള്ളി മോതിരം ഉണ്ടാക്കി. അതിന് കല്ലില്ലാത്ത മോതിരാണ്. ഈ കല്ല് വെക്കുന്ന സ്ഥലത്ത് അതിന് സീലായിരുന്നു. ഫക്കാന യഖ്തിമു ബിഹി, അതുകൊണ്ട് ഈ സീല് വെക്കുമായിരുന്നു. ആ സീല് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നായിരുന്നു സീല്. ഇങ്ങനെ വെച്ചാൽ അത് വായിക്കാൻ പറ്റാം.
വലാ യൽബസു അത് ധരിക്കാറുണ്ടായിരുന്നില്ല, എപ്പോഴും അത് ധരിക്കാറുണ്ടായിരുന്നില്ല. അവ സാധാരണ ധരിക്കുന്ന കല്ല് വെച്ച ഒരു മോതിരവും ഉണ്ട്. സീല് ചെയ്യാൻ വേണ്ടി പ്രധാനമായി ഉപയോഗിക്കുന്ന മറ്റൊരു മോതിരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. ആ സീലിനെ കുറിച്ച് പറഞ്ഞതായി കാണാം. കാന നഖ്ശു ഖാതമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ സത്റുൻ വറസൂലുൻ സത്റുൻ വല്ലാഹി സത്റുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോതിരത്തിൽ ഉള്ള പ്രിൻ്റ് നമ്മൾ സീല് വെക്കുമ്പോൾ അതിൽ പതിയുന്ന പ്രിൻ്റ് 3 വരിയായിരുന്നു. മുഹമ്മദുർ റസൂലുള്ള എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. മുഹമ്മദ് ഒരു വരി, റസൂല് അടുത്ത വരി, അള്ളാ എന്നത് അവസാനത്തെ വരി. ഇത് ചിലർ പറയുന്നത് നമ്മൾ സീല് വെക്കുമ്പോൾ മുഹമ്മദ് എന്നത് അടിയിലും റസൂൽ എന്നത് അതിൻ്റെ മുകളിലും അള്ളാ എന്നത് അതിൻ്റെ മുകളിലുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അടിയിൽ നിന്ന് താഴെ നിന്ന് മുകളിലോട്ട് വായിക്കണം മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ട്. പക്ഷേ ചില ഹദീസുകളിൽ അതിന് വിരുദ്ധമായി വന്നിട്ടുണ്ട്. ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു എന്ന് പറഞ്ഞതായി കാണാം. ഇസ്മായിലിയുടെ റിപ്പോർട്ടിലുള്ളത് മുഹമ്മദുൻ സത്റുൻ വസത്രു സാനി റസൂലു വസത്രു സാലിസു അള്ളാഹ്. മുഹമ്മദ് ഒരു വരി, രണ്ടാമത്തെ വരി റസൂല് എന്നത്, മൂന്നാമത്തെ വരി അള്ളാഹ് എന്നത്. അപ്പം മുഹമ്മദുർ റസൂലുള്ള എന്ന് നമുക്ക് മുകളിൽ നിന്ന് താഴോട്ട് തന്നെയാണ് അത് വായിക്കേണ്ടത്. അങ്ങനെയാണ് അതിലെഴുതിയിട്ടുള്ളത് എന്നാണ് ഈ ഹദീസുകളുടെയൊക്കെ ബാഹ്യമായി നമുക്ക് മനസ്സിലാകുന്ന ആശയം എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അപ്പോൾ അവിടുത്തെ ഖാത്തമ് മോതിരം, ആ മോതിരം നമുക്ക് സുന്നത്താണ്. അവിടെ നിന്ന് പറഞ്ഞ രൂപത്തിൽ വെള്ളിയുടെ മോതിരം, ആ മോതിരം നമുക്കും സുന്നത്ത് തന്നെയാണ്. നമ്മൾ മോതിരം ധരിക്കേണ്ടത് വലത് കയ്യിലെ ചെറുവിരലിലോ ഇടത് കയ്യിലെ ചെറുവിരലിലോ ആണ് ധരിക്കേണ്ടത്. വലത് കയ്യിലെ ചെറുവിരലിലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലത് കയ്യിൻ്റെ ചെറുവിരലിൽ ആയിരുന്നു മോതിരം ധരിച്ചിരുന്നത് എന്ന് ധാരാളം ഹദീസുകളിൽ കാണാം. ഈ മോതിരത്തിൽ മുഹമ്മദ് റസൂലുള്ള എന്ന് ആ വചനം എഴുതിയ മോതിരം ധരിക്കുന്ന സമയത്ത്, അതെപ്പോഴും ധരിക്കാറില്ല, അത് ധരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ബാത്റൂമിലൊക്കെ പോവുകയാണെങ്കിൽ ആ മോതിരം അഴിച്ചു വെച്ചായിരുന്നു പോയിരുന്നത് എന്ന് അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടിൽ കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ ഖലാഅ നസഅ ഖാതമഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാത്റൂമിൽ പോകുമ്പോൾ, ടോയ്ലറ്റിൽ പോകുമ്പോൾ അവിടുത്തെ മോതിരം അഴിച്ചു വെക്കാറുണ്ടായിരുന്നു. കാരണം അതിൽ മുഹമ്മദുർ റസൂലുള്ള എന്ന് നഖ്ശ് അതിൽ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ബാത്റൂമിൽ പോകുമ്പോൾ, ടോയ്ലറ്റിൽ പോകുമ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആയത്തോ ഹദീസോ അമ്പിയാക്കന്മാരുടെ പേരുകളോ മലക്കുകളുടെ പേരുകളോ അങ്ങനെ വല്ലതും എഴുതിയ കടലാസോ ഈ മോതിരത്തിൽ അങ്ങനെ വല്ല പ്രിൻ്റോ അങ്ങനെയുള്ളതുണ്ടെങ്കിൽ ഈ ബാത്റൂമിൽ പോകുമ്പോൾ, ടോയ്ലറ്റിൽ പോകുമ്പോൾ ഒക്കെ അത് അഴിച്ചു വെക്കേണ്ടതാണ്. അതിൽ ബഹുമാനിക്കപ്പെടുന്ന പേരുകളോ ആയത്തോ ഹദീസോ ഒക്കെ ഉള്ള കടലാസുകളൊക്കെ പുറത്ത് എടുത്തു വെക്കേണ്ടതാണ് എന്ന് ഫുഖഹാ വ്യക്തമായി പറഞ്ഞതായി നമുക്ക് കാണാം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ മോതിരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മോതിരം അവിടുത്തെ വഫാത്തിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ നമുക്ക് ആ വിഷയം കാണാം. ഇത്തഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമൻ മിൻ വരിഖിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വെള്ളി മോതിരം ഉണ്ടാക്കി. ഫക്കാന ഫി യദിഹി, അത് അവിടുത്തെ കയ്യിലുണ്ടായിരുന്നു. സുമ്മ കാന ഫി യദി അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹു വയദി ഉമർ റളിയല്ലാഹു അൻഹു. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കയ്യിലായിരുന്നു അതുണ്ടായിരുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് സാധാരണ ധരിക്കാറുണ്ടായിരുന്നില്ല. മുഅഖീബ് എന്ന അദ്ദേഹത്തിൻ്റെ പരിചാരകൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തതായിരുന്നു ആ മോതിരം. പക്ഷേ അത്
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളൊക്കെ ഇടക്ക് ബറക്കത്തിന് വേണ്ടി ധരിക്കാറുമുണ്ട് എന്ന് ഇബ്നു ഉമർ തങ്ങളുടെ ഹദീസിൽ ഉണ്ട്. ഫലബിസൽ ഖാത്തമ ബഅദ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിൻ വ ഉമർ വ ഉസ്മാൻ, ഈ 3 ഖലീഫമാർ ഈ മോതിരം ധരിച്ചു എന്ന് ഹദീസിൽ ഉണ്ട്. അത് എപ്പോഴെങ്കിലും ബറക്കത്തിന് വേണ്ടി ധരിക്കാറുണ്ട്, എപ്പോഴും ധരിക്കാറില്ല. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കയ്യിലും ആ മോതിരം എത്തി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു മോതിരം ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ അധീനതയിലാണ്. അങ്ങനെ 6 വർഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ആ മോതിരം ഭദ്രമായി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ബിർ അരീസ് എന്ന് പറയുന്ന കിണറുണ്ട് അവിടെ, അതിൻ്റെ വക്കിൽ ആ കിണറിൻ്റെ ആൾമറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മോതിരം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ നിന്ന് ആ കിണറിലേക്ക് വീണു. അങ്ങനെ 3 ദിവസം ആ കിണറിലെ വെള്ളമൊക്കെ വറ്റിച്ച് അതിലുള്ള എല്ലാ ചണ്ടിയും മറ്റുള്ളതും ചളിയെല്ലാം വാരി എടുത്ത് ഈ മോതിരം കിട്ടാൻ വേണ്ടിയിട്ട്, പക്ഷേ ആ മോതിരം ലഭ്യമായില്ല. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മോതിരം നഷ്ടപ്പെട്ടു എന്നേക്കുമായി. പിന്നീട് ആ മോതിരം ലഭ്യമായിട്ടില്ല. ആ മോതിരം എവിടെ പോയി എന്ന് കണ്ടിട്ടുമില്ല. ആ കിണറിലേക്ക് വീണതാണ്, പിന്നെ അത് കിട്ടിയിട്ടില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.